ഇന്ന് നമ്മൾ ഒഫീഷ്യലി കുറച്ച് കണ്ടന്റ്സ് മോഷ്ടിക്കാൻ പോവാണ്. വിഷമിക്കേണ്ട, നമ്മൾ ലീഗൽ വേയിലായിരിക്കും കണ്ടന്റ് മോഷ്ടിക്കാൻ പോകുന്നത്. ഞാൻ ഏകദേശം 1 മന്തായി യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഇതുവരെ അങ്ങോട്ട് പച്ച പിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഒരുപാട് വീഡിയോ ഐഡിയാസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഗെയിമിംഗ് ന്യൂസ് ഇട്ട് നോക്കിയിട്ടുണ്ട്, ചാലഞ്ചസ് ഇട്ട് നോക്കിയിട്ടുണ്ട്, ബട്ട് ഒന്നും വർക്കൗട്ട് ആകത്തില്ല. ഇന്ന് ഞാൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, എങ്ങനെ എനിക്ക് വൈറലാവാൻ പറ്റുമെന്ന്. വ്യൂസ് കിട്ടാനും വൈറലാവാനും ഒരേ ഒരു വഴിയുള്ളൂ, എക്സ്പ്ലോറിംഗ് ദ ട്രെൻഡിങ് പേജ്. അങ്ങനെ ട്രെൻഡിങ് പേജിലുള്ള ഓരോ വീഡിയോസിന്റെ വ്യൂസ് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ ട്രെൻഡിങ് പേജിലുള്ള വീഡിയോസ് അതേപോലെ തന്നെ ചെയ്ത് നമുക്ക് യൂട്യൂബിലിട്ട ട്രെൻഡിങ് ആയിക്കൂടെ. അങ്ങനെ ചെയ്യാൻ നമുക്ക് ആദ്യം ട്രെൻഡിങ് പേജിൽ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യണം. ബട്ട് അതിനു മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ എന്ന് വേണേൽ പറയാം. കാരണം എനിക്കിപ്പോൾ മ്യൂസിക് വീഡിയോസ് അതിൽ കാണും, സിനിമയുടെ ട്രെയിലറൊക്കെ അതിൽ കാണും. അതൊന്നും എനിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് അതിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് നമുക്കൊരു കുന്നംകുളം വെർഷൻ ചെയ്യാം. അതേ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇവിടെ മോഹൻലാലിൻ്റെ പുതിയ പടത്തിലെ പാട്ടാണ്. അത് നമുക്ക് കോപ്പി അടിക്കാൻ പറ്റൂല. അടുത്തത് ഡേ ഇൻ മൈ ലൈഫ് പ്രഗ്നൻറ്റ്. അതെന്തോ പ്രഗ്നൻസിയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഹോം വ്ളോഗ് വിസിറ്റ് O/OC ലാസ്റ്റ് വീക്സ് ഹൈലൈറ്റ്സ് സിദ്ധു കൃഷ്ണ ഹോം വ്ളോഗ്. ഇതൊക്കെ ഹോം വ്ളോഗാണ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിലെ കേരളം വിട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഹോം ബ്ലോഗറായിട്ട് ഞാൻ ഇന്ന് മാറാൻ പോകണം. പക്ഷേ എനിക്ക് ഈ ഹോം വ്ളോഗൊന്നും എടുത്ത് ഇങ്ങനെ പരിചയമില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ റെഫറൻസ് ആയിട്ട് വെച്ച് ഹോം വ്ളോഗ് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ അതൊന്ന് നോക്കട്ടെ. വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, ചിലപ്പോൾ യൂട്യൂബ് കോപ്പിറൈറ്റ് അടിച്ച് തരും. അത് ഡേഞ്ചറസ് ആണ്. ഓക്കെ, ഈ വീഡിയോയുടെ ടൈറ്റിൽ എന്താണോ പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ വീഡിയോ. ഞാൻ മൊത്തം കണ്ടില്ല, ഞാൻ ജസ്റ്റ് ആ ഒരു സ്റ്റൈൽ നോക്കിയതേ ഉള്ളൂ. അപ്പോൾ ഇതിലെ വ്ളോഗർ ഒരു സ്ഥലത്ത് പോകുന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഞാൻ പുറത്തൊന്നും ഇറങ്ങാത്തതുകൊണ്ട് നമുക്ക് എവിടെയും പോകാനൊന്നും പറ്റില്ല. ഇന്ന് വേണമെങ്കിൽ എൻ്റെ റൂം ടൂർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹോം വ്ളോഗിങ് ഇല്ലേ, അപ്പം എൻ്റെ വീട്ടിൽ എന്തിനുണ്ട് അത് കാണിച്ചു തരും. അതാണ് ഇന്നത്തെ വ്ളോഗിങ്. ഓക്കെ, നമ്മൾ ഒരു വീഡിയോ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഹോം വ്ളോഗ്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. ഏതാ വീഡിയോ സോങ്, ഉപ്പും മുളകും, പിന്നെ ഏതാ സിനിമയിലത്, UK എൻ്റെ അവസ്ഥ. ഇതേതോ വീടിൻ്റെയാണ്, ഇതൊന്നും നടക്കത്തില്ല. പിന്നെ സീരിയല്, സിംഗോ, അതൊന്നും പറ്റൂല. സൂര്യയുടെ സിംഗോ ഒന്നും പറ്റത്തില്ലടേ. പിന്നെ ഉപ്പും മുളക്, ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇതൊരു വ്ളോഗാണ്. നമ്മൾ ഓൾറെഡി ഇന്ത്യയിലെ തന്നെ മികച്ച ഹോം വ്ളോഗറായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി പിന്നെ ഇതെടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തത് വേറെ വൈൻസ്. പിന്നെ കുറേ നാളത്തെ ആഗ്രഹം, മേക്കപ്പ് ഇടുന്നതാന്ന് തോന്നുന്നു. ഞാൻ മേക്കപ്പ് ഒന്നും ഇടാറില്ല. ഓക്കെ, ഞാൻ കുറേ സീരിയല്, പിന്നെ ഒരു ഇൻ്റർവ്യൂ. സീരിയൽ തന്നെ 10 വർഷം കാത്തിരുന്ന സന്തോഷം, അതും പ്രഗ്നൻസിയുടെ സംബന്ധിച്ചാണെന്ന് തോന്നുന്നു. സെൽഫ് കെയർ ഡേ. ഈ ട്രെൻഡിങ് പേജ് മൊത്തം ഹോം ബ്ലോഗിങ് കണ്ടന്റാണ്. ഹോം ബ്ലോഗിങ് കണ്ടന്റ് നമ്മൾ ഒരെണ്ണം ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ് വരട്ടെ, അത് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും പിക്ക് ചെയ്തിരിക്കും. അപ്പം നമുക്ക് നോക്കാം. കൂടുതലും TV ചാനൽസിൻ്റെ സീരിയലും ഷോസും അതൊക്കെയാണ് ഇതിൻ്റെ ട്രെൻഡിങ് ആയിട്ട്. ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല, കാരണം ഇതാണ്. ശ്രീവിദ്യ മുളഞ്ചേരി. ഇതിന് എത്ര വ്യൂസ് ഉണ്ട്? 1 ലക്ഷം അടുപ്പിച്ച് വ്യൂസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. ഇത് ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാം. ഞാനും അവളെ ഒരുമിച്ചല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരെണ്ണം ചെയ്യാം. അതൊന്നും സീനൊന്നുമില്ല. ഓക്കെ, എന്തായാലും നീ വീഡിയോ എടുത്താൽ മതി, എനിക്കിട്ടുണ്ടാക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ മതി. ഓക്കെ, ഡ്രസ് ആൻഡ് ജ്വല്ലറി ഓർഗനൈസേഷൻ. ഓക്കെ, വാർഡ്രോബ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് നമുക്ക് ചെയ്ത് ഒരു ദിവസം അപ്ലോഡ് ചെയ്തിട്ട് 50K വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പം അതിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും കുറേ നാളായിട്ട് എൻ്റെ അലമാര കാള കയറി നിരങ്ങിയാണ് കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒരു എക്സ്ക്യൂസുമായി അത് നമുക്ക് വീഡിയോ ആക്കാം. നമ്മൾ 3 വീഡിയോസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ഹോം ബ്ലോഗ്, പിന്നെ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി, പിന്നെ ഉള്ളത് ഇതാണ് വാർഡ്രോബ് ഇത് ചെയ്യുന്നത്. ബ്രേക്കപ്പ് സ്റ്റോറിയും പിന്നെ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യുന്നതൊന്നും ഇവരുടെ വീഡിയോ കണ്ടു നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്, എൻ്റെ വാർഡ്രോബാണ് ഞാൻ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. സോ അവരുടെ വീഡിയോസ് കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കതെല്ലാം ഷൂട്ട് ചെയ്യാം, എന്നിട്ട് ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. ഓക്കെ ബോയ്സ്, വെൽക്കം ടു മൈ ഹോം വ്ളോഗ്. ഇത് വ്ളോഗ് നമ്പർ 1 ആണ്. ഇന്നത്തെ ഈ വ്ളോഗിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ റൂമിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് തിങ്, ഇവിടെ നോക്കുമ്പം കൊതുക് തിരിയാണ്. കൊതു രാത്രി ആകുമ്പോൾ പറയാൻ പറ്റാത്ത സ്ഥലത്തൊക്കെയാണ് ബോയ്സ് കടിക്കുന്നത്. അതുകൊണ്ട് ഇത് ആവശ്യമാണ് ഇവിടെ ജീവിക്കണമെങ്കിൽ. പിന്നെ ഉള്ളത് ക്യാമറ ഇട്ടിയടാ. ഇതാണ് ബോയ്സ് സ്പ്രേ. ഇപ്പം ഇത് തൽക്കാലം ചെറിയൊരു പ്രശ്നത്തിൽ ഇരിക്കുകയാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്കിത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇത് എൻ്റെ കീബോർഡ്, ലൈറ്റ് കത്തുന്ന കീബോർഡാണ്. പിന്നെ ലൈറ്റ് കത്തുന്ന മൗസ് 1000 രൂപയായി, പൈസ നോക്കില്ല. പിന്നെ ഇത് എൻ്റെ ലാപ്ടോപ്പ്.
ഏസറിൻ്റെ ഒരു ലാപ്ടോപ്പാണ്. ഇതിൻ്റെ സ്പെക്ക് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും പറഞ്ഞു തരും. എനിക്കങ്ങനെ ജാടയൊന്നുമില്ല. പിന്നെ ഇത് എൻ്റെ മൈ ഫേവറേറ്റ്, ഒരു സൈഡ് കേൾക്കില്ല, പുതിയ വാങ്ങിക്കണം. ഇതെൻ്റെ പേഴ്സ്. ഇതൊക്കെ ഞാൻ വായിക്കുന്ന ബുക്സാണ് കേസ്. ഇതിൽ ഓരോന്നിടത്ത് കാണിച്ചു തരാൻ സമയം കളയണ്ടല്ലോ. ഇതാണ് എൻ്റെ ലൈറ്റ്. 300 രൂപയ്ക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിലും പൈസ ഒന്നും നോക്കിയിട്ടില്ല, ക്യാഷ് അങ്ങ് ഇറക്കി, പണം പോട്ടെ. പിന്നെ ഇത് സോഫ്റ്റ് ലൈറ്റാണ് എൻ്റെ റൂമിലോട്ടുള്ളത്. പഴയൊരു മുണ്ട് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ. ആൻഡ് ഇവിടെ എൻ്റെ ജേഴ്സി കളക്ഷൻസാണ്. അപ്പോൾ കുറേ ജേഴ്സി ഞാൻ ഇട്ട് കഴിവായിട്ടേക്കുന്നതുകൊണ്ട് അവിടെ കുറേ ഇല്ല. പിന്നെ വേറൊരു സാധനമുണ്ട്, സീക്രട്ട് ഓഫ് മൈ എനർജി ജമ്പർ. ഓക്കെ. ഇത്ര കാര്യങ്ങളെ എൻ്റെ റൂമിലുള്ളൂ. ആൻഡ് ഈ അലമാരിയിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, സർപ്രൈസാണ്, ഒരു വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ റൂമിൽ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തേക്ക്, എനിക്ക് കുറച്ച് പൈസ കിട്ടണ്ടേ. ബോയ്സ്, ഇന്ന് ഒരു വിഷമകരമായ കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ഇല്ല, അതിപ്പോൾ എൻ്റെ കൂടെ ഇല്ല. ഓക്കെ. നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ അവസ്ഥ ഞാൻ പറയാം എന്തായാലും. ആ അവസ്ഥ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ റിച്ച് ലൈഫ് സ്റ്റൈൽ എങ്ങനെ ജീവിക്കുന്നത് നിങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ട്. അത് ഗെയിം കളിച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചുങ്കളി ഗെയിംസ്. ചുങ്കളി ഗെയിംസ് വഴിയാണ് ഞാൻ 2 കാറ്, 3 ലോറി, 2 ഫ്ലാറ്റ്, 5 വീട് ഒക്കെ വാങ്ങിച്ചത്. അപ്പോൾ ചുങ്കളി ഗെയിംസ് കളിക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങളെ ഫോൺ എടുത്തിട്ട് പ്ലേ സ്റ്റോറിൽ പോയി ചുങ്കളി ഗെയിംസ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ചുങ്കളി ഗെയിംസ് കിട്ടും. പിന്നെ അങ്ങോട്ട് കളി തന്നെയാണ്. കളിച്ചാൽ പൈസ ഇഷ്ടം പോലെ കിട്ടും. ഓക്കെ. അപ്പോൾ എല്ലാം കളിച്ച് ഞാൻ 5 ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10 ഫ്ലാറ്റ് വാങ്ങിക്കി. ഞാൻ 2 കാർ എടുത്തെങ്കിൽ നിങ്ങൾ 4 കാർ ഇട്. ഒന്നും വിഷയമില്ല കേട്ടോ. എൻ്റെ കോഡ് അടിക്കുക, ചുങ്കളി 123. അതടിച്ചു കഴിഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ പൈസയൊക്കെ. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് പോവാം. കഥയെന്ന് പറയുന്നത്, എനിക്ക് ഏകദേശം ഒരു 18 വയസ്സുള്ളപ്പോൾ, എനിക്കിപ്പോൾ 23 വയസ്സ് കേട്ടോ. 18 വയസ്സുള്ളപ്പോഴത്തേക്കും നല്ല വിഷയം ചീട്ട് കളിയായിരുന്നു. അങ്ങനെ ചീട്ട് കളിച്ച് നമ്മളിവിടുത്തെ മുക്കിൽ ചീട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരെണ്ണ ജയിച്ച കണ്ടിട്ട് ചോദിച്ച്, നിനക്ക് എന്തൊരു വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, നിങ്ങൾ സ്ഥിരം തരാറുള്ള ലേസ്, പൊറോട്ട ഇറച്ചിയൊന്നും വേണ്ട, നിങ്ങൾ എനിക്കൊരു കപ്പൽ യാത്ര സെറ്റ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അണ്ണൻ പറഞ്ഞു, ഓക്കെ, ദാറ്റ്സ് ഓൾ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞ അണ്ണൻ എന്നെ ഒരു കപ്പൽ കയറ്റിയും കിട്ടും. അവിടെ വെച്ചാണ് ഞാൻ അവളെ കണ്ടത്. അവളെ ഇങ്ങനെ നമ്മൾ കമ്പനിയായി. അവൾ മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ പെട്ടെന്ന് കയറി കമ്പനിയായി. അങ്ങനെ ആ ഒരു 5 മണിക്കൂർ മറ്റേ ബോട്ട് യാത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഏകദേശം ഒരു 50,000 വർഷം ഉള്ള ഓർമ്മകൾ തന്നിട്ടാണ് അവൾ പോയത്. പിന്നെ അങ്ങ് പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കപ്പൽ നൈസായിട്ട് അങ്ങ് പാളി ഇടിച്ച് താന്നങ്ങ് പോയി. അങ്ങനെയാണ് പോയത്. പിന്നെ ആ സമയം കപ്പൽ മുങ്ങിയപ്പോൾ ഞാൻ അവളെ നോക്കാനൊന്നും പോയില്ല. ഞാൻ അങ്ങനെ എന്ത് രക്ഷപ്പെട്ട് അങ്ങനെയാണ് അവിടെ വന്ന് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഇതിൽ നോക്കിയാൽ ഞാൻ എൻ്റെ ജീവൻ രക്ഷിച്ചു, അവൾ പോയി. അപ്പോൾ എനിക്ക് റാൻഡായിട്ട് ഓർമ്മ വന്നു വോയിസ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചുങ്കളി ഗെയിംസ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ. ഹോം വ്ളോഗ് പാർട്ട് 2. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അലമാരിക്കകത്ത് എന്തുകൊണ്ടെന്ന് ഈ വീഡിയോയിൽ കാണിക്കും. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാർഡ്രോബ് ഓർഗനൈസേഷനാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അലമാരി തുറക്കാം. ഇത് ഒരു വീഡിയോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി പാടാണ്, പല വീഡിയോയിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ബോയ്സ്, അപ്പോൾ അടുത്ത ദിവസം ആയിട്ടുണ്ട്. ഞാൻ ആ വീഡിയോസ് എല്ലാം വേറൊരു ചാനൽ തുടങ്ങി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3 വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്ത് ഏകദേശം ഒരു ദിവസം ആവാറായി. എനിക്കൊന്ന് 20 മണിക്കൂറോ 21 മണിക്കൂറോ ആവത്തേ ഉള്ളൂ. ഞാൻ ഇതുവരെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല വീഡിയോയുടെ അവസ്ഥ എന്തായെന്ന്. ഓക്കെ, ഇന്നലെ ഇട്ട പോലെ തന്നെ ഇത് കിടക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് വ്യൂസോ ഒന്നും കയറിയിട്ടില്ല. ഞാൻ തംബ്നെയിലും എല്ലാം കൊടുത്ത് ടൈറ്റിലും എല്ലാമൊക്കെ കൊടുത്തിട്ടതാണ്. ബട്ട് ഇല്ല, ഒരു വ്യൂ മറ്റോ വന്നു. ഇതെനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഇന്നലെ കയറി കണ്ടപ്പം വന്നാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു വീഡിയോയ്ക്കും ഇമ്പ്രഷനൊന്നും പോയിട്ടില്ല, ആർക്കും കാണിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വ്യൂസ് ഒന്നും കിട്ടാത്തത്. ആർക്കെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ വന്നേനെ. ഞാൻ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യാനൊന്നും നിന്നില്ല, ഇത് അതേപോലെ ഇട്ടതാണ് ട്രെൻഡിങ് കിടന്നുകൊണ്ട്. അപ്പം നമ്മൾ എക്സ്പെരിമെൻ്റ് ഇവിടെ ഫെയിൽ ആയിട്ടുണ്ട്. ഇങ്ങനെ ട്രെൻഡിങ് കണ്ടൻസ് കോപ്പി അടിച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ വൈറലാകാൻ പറ്റില്ല. അപ്പോൾ ഇനിയും വീഡിയോ ഇട്ട് ഗ്രൈൻഡ് തുടർന്നുകൊണ്ടിരിക്കണം, അത് ഞാൻ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയും കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ഞാൻ പറയുന്നതല്ല, യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ.